ഹലോ, ഇനി നമുക്ക് ബോക്സുകളൊന്ന് ശരിക്കും കാണാം. അപ്പം ഇതൊന്ന് തുറക്കുക. അതേ കണ്ടോ, 2, 4, 6 കുഞ്ഞു കുഞ്ഞു പെട്ടികളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതൊക്കെ ഇച്ചിരി അത്യാവശ്യം നല്ല കട്ടിയുള്ള തന്നെ കണ്ടെയ്നറുകളാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് എല്ലാ കുഞ്ഞു കുഞ്ഞു വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ എന്തൊട്ടാണ് അങ്ങനെ കുഞ്ഞു എന്തെങ്കിലും സാധനങ്ങൾ, പച്ചമുളക് അരിഞ്ഞ് വയ്ക്കുകയൊക്കെ ചെയ്യുക, അതെല്ലാം കാണുകയും ചെയ്യാം. ഇതാണ് നമ്മൾ ആദ്യത്തെ ഒരു ബോക്സ്. ഈ 2 ബോക്സും കൂടി കോംബോ ആയിട്ട് ഒരുമിച്ചാണ് മേടിച്ചത്. വേണമെന്നുള്ള ഒരു ലിങ്ക് നിന്ന് കമൻറ്റ് ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ പോയി പ്ലാസ്റ്റിക് ഫ്രിഡ്ജ് കണ്ടെയ്നറിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുക്കുക, വെജിറ്റബിൾ കണ്ടെയ്നറിന് അങ്ങനെ എങ്ങാനും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കിട്ടും. ഇതുപോലത്തെ ഉണ്ട്, വേറെ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം. ഇതിനകത്താണ് നമ്മൾ ഈ ലോങ്കൻ പഴം ഇട്ട് വെക്കാൻ പോണത്. അതായത് ഇത്രയും ഈ ഒരു പഴം ഈ ഒരു സംഭവത്തിൽ കൊള്ളും, അത്രയധികം വലിയ സ്ഥലം ഈ പെട്ടിക്കകത്ത് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ബാക്കി സാധനങ്ങളൊക്കെ നിറച്ച് വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു ചോറ്റും പാത്രത്തിൽ കറിപ്പാത്രത്തിലാണ് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ചോറ്റും പാത്രമുണ്ട്, കുറച്ച് ഉള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് ഉള്ളി തൊണ്ട് പൊളിച്ചത്, വെളുത്തുള്ളി ശരിയായിട്ട് തൊണ്ട് പൊളിച്ച് വെച്ചേക്കണത്, പിന്നെ എന്തിട്ടാണ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്, അങ്ങനെ കുറച്ചധികം സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടി നമുക്ക് ഇതിനകത്ത് ഈ മറ്റേ പാത്രത്തിലൊക്കെ വെക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ തുറന്ന് നോക്കണം, ഏത് വെച്ചേക്കണം, നമുക്കൊരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. ഇതാകുമ്പോൾ നമുക്ക് എല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇച്ചിരി കൂടി എളുപ്പവും, അതായത് മടി കുറച്ചും കൂടി കൂടുതലായതുകൊണ്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചെയ്യാമെന്ന് താരം. അങ്ങനെ എല്ലാം ഇതിലേക്ക് നിറച്ച് വെച്ചപ്പോൾ തന്നെ ഒരു സന്തോഷം കിട്ടിയിട്ടോ. പിന്നെ ഉള്ളിക്കാണെങ്കിൽ കുറച്ചധികം ഉണ്ടായിരുന്ന കാരണം ഇച്ചിരി സെറ്റായിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കുറച്ചായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. വെളുത്തുള്ളി ഇച്ചിരി സ്പേസ് ഉള്ളതുകൊണ്ട് അപ്പുറത്തേക്ക് ഇട്ടു, കാരണം ഇതിങ്ങനെ തിങ്ങിയിരുന്ന് കഴിഞ്ഞാൽ അറിയില്ലല്ലോ, അടയില്ലല്ലോ. നിറഞ്ഞിരിക്കണ കാണാനൊക്കെ നല്ല രസമാണ്. ഇതാകുമ്പോൾ എടുക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. വേണ്ടവരൊക്കെ വാങ്ങിക്കോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.